जाने वाली गाड़ी नंबर ട്രെയിൻ എടുക്കുന്നതെന്ന് വിളിച്ച് പറഞ്ഞിട്ടും ചായ കുടിക്കാനുള്ള എൻ്റെ മനസ്സുണ്ടല്ലോ. ഞാൻ എന്നെ തന്നെ ഇങ്ങനെ അഭിനന്ദിച്ചു. ആ കടന്ന് കണ്ടോ സൂര്യനാണ്, പക്ഷെ അവനെ എടുക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ടി, കുറേ വീഡിയോ എടുത്തു, പക്ഷെ ഒന്നിലും കിട്ടിയില്ല. ഇത് നമുക്ക് കുറച്ച് പച്ചപ്പും ഹരിതാവും കണ്ടുപോകും. ഇതിനിടയ്ക്ക് കഴിക്കാൻ മറക്കരുത് കേട്ടോ. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ വിശപ്പിൻ്റെ വിളി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഇത് നിറയെ ഞാനാണ് കഴിച്ചു തീർത്തത്. ഇനി നമ്മളിവിടെ നേരെ കണ്ണൂർ ചെന്നിറങ്ങി. കണ്ണൂർ ചെന്നിറങ്ങിയപ്പോൾ തണുത്ത വെള്ളം കിട്ടി. ഇത് ഭയങ്കര ആശ്വാസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ വേറെ എങ്ങും പോയിട്ടുമില്ല. അതാണ് വലിയ രസം. ഒരു ചേച്ചി ദേ അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു ചേച്ചി ഇങ്ങോട്ട് വരും. ഇത് നല്ല രസമായിട്ട് എനിക്ക് തോന്നി. അവിടുത്തെ ക്ലീനിങ്ങൊക്കെ നല്ല നൈസായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പം നീണ്ടൊരു ക്യൂ ആണ് നമ്മുടെ മുന്നിൽ. നമ്മൾ ഒരു ക്യൂ ആയിട്ട് നിന്നു. 2 ഓട്ടോ വിളിച്ചു. കാരണം ഒരു ഓട്ടോയിൽ 3 പേരെ അവർ കയറ്റുള്ളൂ. നമ്മുടെ ഇവിടെയൊക്കെ കുത്തി നിറച്ച് കയറ്റുള്ളൂ. അങ്ങനെ അവർ കയറ്റില്ലെന്നാണ് പറഞ്ഞത്. നേരെ വൃന്ദാവനിൽ ചെന്നിറങ്ങി. ഫുഡ് അയ്യോ എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ലാതെ നേരെ ഫുഡ് കഴിക്കാൻ ചെന്നിറങ്ങി. ഫുഡൊക്കെ നൈസായിരുന്നു. പക്ഷേ ഒരു ചേട്ടനെ കാണിച്ചു തരാം. ആ മുണ്ടെടുത്ത ചേട്ടനുണ്ടല്ലോ, ചേട്ടനെ ഒരു പറയാതിരിക്കാൻ വഴിയില്ല, അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്കൊരു സാധനം വേണ്ടാന്നിങ്ങനെ വിചാരിച്ചാലും ചില ആൾക്കാരുടെ വർത്താനത്തിൽ നമ്മൾ മേടിച്ചു പോകും. അധികം വർത്താനം വരുന്നു. ആ ചേട്ടൻ്റെ നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുന്നൊരു ഫീലായിരുന്നു. നല്ല രസമായിരുന്നു. നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ആ ഓറഞ്ച് വാങ്ങുന്നുണ്ടല്ലോ, അവൾക്ക് വോമിറ്റിംഗ് ആണ്. അവൾക്ക് ഗുളിക കഴിച്ചാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് വാങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഓറഞ്ചിൻ്റെ മണം കാരണം ആ വണ്ടിയിൽ ഇരുന്നവർ വോമിറ്റ് ചെയ്യുമെന്നായിരുന്നു ഞങ്ങൾക്ക് പിടി. അതിന് മണമായിരുന്നു വണ്ടി നിറയെ. പിന്നെ അവിടുന്ന് നേരെ KSRTCയിലാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്കൊന്നും മരങ്ങളൊന്നും ഞാൻ കണ്ടില്ല. റോഡ് പണിയായിരുന്നു. അതുകൊണ്ട് തന്നെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടും. പിന്നെ ദേ ഈ കാണുന്ന സംഭവം കണ്ടോ, പൂഴിമണ്ണ്. അത് കാരണം നമ്മുടെ ദേഹത്തെല്ലാം നന്നായിട്ട് മണ്ണാവുന്നുണ്ട്. നമ്മുടെ സ്കിന്നിലൊക്കെ ഇങ്ങനെ വെറുതെ തൊടുമ്പോൾ നമുക്കറിയാം. ഒരുത്തിയാണെങ്കിൽ വൈറ്റ് ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നിട്ട് ബസ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരുമാതിരി ചളി പിടിച്ച അവസ്ഥയായിരുന്നു. നല്ല ചൂടായിരുന്നു കേട്ടോ. കേരളത്തിൽ എല്ലാ സ്ഥലത്തും ചൂടാണ്. എന്നാലും ഇവിടെ ചൂട് കുറച്ച് കൂടുതലാണ്. നല്ല ചൂട് കൂടുതലാണ്. പിന്നെ അവിടെ നേരെ നമ്മൾ ലൈം കുടിക്കാൻ ചെന്നിറങ്ങി. പിന്നെ ലൈം കുടിച്ചു. അവിടുന്ന് നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ഇത്രയും നേരമായിട്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല. നമ്മൾ കാസർഗോഡ് കല്യാണത്തിന് പോകാം. നേരത്തെ ഒരു വീഡിയോ ഇട്ടില്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം. അവിടെ കല്യാണം കൂടാനാണ് വന്നത്. നാളെയാണ് കല്യാണം. നമ്മളിപ്പോൾ തലേദിവസം വന്നിട്ടുണ്ട്. ഇനി രാത്രി കുറച്ച് ഫംഗ്ഷൻ ഉണ്ട്. ഈ മരത്തിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മുറ്റമൊക്കെ നോക്കി എത്ര വെയിലാണെങ്കിലും അവർ ചെടികളൊക്കെ എന്ത് നീറ്റായിട്ട് നട്ടേക്കുന്നതെന്ന് അറിയുമോ? ഇനി നമ്മൾ കല്യാണ പെണ്ണിൻ്റെ വീട് കാണിച്ചു തരാം. വീടൊക്കെ നല്ല രസമുണ്ട്. ഇനി ഒരിക്കലും ഇങ്ങനെ ടെൻഷനൊന്നും അടിക്കാതെ ഒരു ദിവസം കാസർഗോഡ് വന്ന് കാണും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബസ്സിൽ വരുന്ന സമയത്തൊക്കെ ഉറക്കമാണെങ്കിലും കണ്ട സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് കഴിച്ചിട്ട് ബാക്കി പറയാം. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. മറ്റേ പേര് എനിക്കറിയില്ലായിരുന്നു. ചായ ഉണ്ടായിരുന്നു. കല്യാണ പെണ്ണിനെ കാണിക്കാം മേക്കപ്പ് ഇല്ലാതെ.